MC നാസർ കൂടി ചേരുന്നു ദുബായിൽ നിന്ന്. നാസർ, ഈ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഒരു ചോദ്യം തന്നെയാണ്. കാരണം വലിയ തോതിലുള്ള സമ്മർദ്ദം ഹമാസും നേരിടുന്നുണ്ട്. കാരണം ഖത്തർ ഉൾപ്പെടെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ സംയുക്തമായി തന്നെ ഈ കരാറിനെ തത്വത്തിൽ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ചില നിർദ്ദേശങ്ങൾ മാത്രമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതിനുവേണ്ട വെസ്റ്റ് ബാങ്കും അതോടൊപ്പം തന്നെ ഗസയും ഉൾപ്പെട്ട ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം ജെറൂസലേം കേന്ദ്രമായിട്ട്, കിഴക്കൻ ജെറൂസലേം കേന്ദ്രമായി അത് ഉണ്ടാകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തങ്ങളുടെ പോരാട്ടം, തങ്ങളുടെ പ്രയത്നം തുടരുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അമേരിക്കയുമായി കൈകോർത്തുകൊണ്ട് തന്നെ ഈ പദ്ധതി, ഇപ്പോൾ മുന്നോട്ട് വെച്ച 20 ദിന പദ്ധതി നടപ്പാക്കാൻ തങ്ങൾ എല്ലാ നീക്കവും നടത്തുമെന്ന് ഖത്തർ ഉൾപ്പെടെ 6 ഗൾഫ് രാജ്യങ്ങളും സംയുക്തമായി വ്യക്തമാക്കുന്നു. തുർക്കി ഉൾപ്പെടെയുള്ള മറ്റ് അറബ് മുസ്ലിം രാജ്യങ്ങളും ഏറെക്കുറെ കരാറിനെ തത്വത്തിൽ സ്വാഗതം ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഹമാസിന്റെ നിലപാട് നേരത്തെ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ വളരെ വളരെ നിർണായകമായിരിക്കും. കാരണം പൂർണ്ണമായിട്ടും ഗസയെ നിരായുധീകരിക്കുക, ചെറുത്തുനിൽപ്പില്ലാത്ത വിധത്തിൽ ഗസ പൂർണ്ണമായിട്ടും മാറുക, അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒരു കോളനിയാക്കി ഗസയെ മാറ്റിയെടുക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് 20 ദിന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഫലസ്തീൻ ആക്രമണം നിലയ്ക്കും. അതോടൊപ്പം തന്നെ ബന്ദികളുടെ കൈമാറ്റത്തിന് പകരമായിട്ട് ഏതാണ്ട് 2000-ഓളം ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കപ്പെടും. ഗസയുടെ പുനർനിർമ്മാണം നടക്കും. അവിടേക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റും സുഗമമായി UN-ന്റെ മേൽനോട്ടത്തിൽ എത്തിച്ചേരുമെന്ന ചില നല്ല വശങ്ങൾ, പോസിറ്റീവ് ഘടകങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ ഘടകങ്ങളും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾക്ക് മാത്രം വിധേയമാക്കപ്പെട്ട കാര്യങ്ങളാണ്. അത് ഫലസ്തീൻ താല്പര്യങ്ങൾക്ക്, ഫലസ്തീന്റെ സ്വയം നിർണയാവകാശത്തിന്, ഫലസ്തീൻ ജനതയുടെ പിന്നെ ഭാവി നടപടികൾക്ക് ഒട്ടും ഉതകുന്നതല്ല ഇതിലെ മിക്ക കാര്യങ്ങളും ഈ പദ്ധതിയിൽ. അതുകൊണ്ട് തന്നെ എത്ര കണ്ട് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ ഈ വലിയ സമ്മർദ്ദത്തിന്റെ സാഹചര്യത്തിൽ ഹമാസിന് സാധിക്കുമെന്ന ചോദ്യമുണ്ട്. കാരണം നേരത്തെ തന്നെ ഹമാസ് വ്യക്തമാക്കിയ ഒരു കാര്യം, ചെറുത്തുനിൽപ്പും ആയുധങ്ങൾ അടിയറ വെച്ചുകൊണ്ടുമുള്ള ഒരു ഒത്തുതീർപ്പിനില്ല. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം കിഴക്കൻ ജെറൂസലേം കേന്ദ്രമായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഘട്ടങ്ങളിൽ മറ്റുള്ള ഈ ചെറുത്തുനിൽപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുന്ന കാര്യം തങ്ങൾ വിലയിരുത്തും എന്നൊരു പ്രഖ്യാപനമാണ് നേരത്തെ തന്നെ ഹമാസ് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് ഘടക വിരുദ്ധമായിട്ട് ഹമാസിന് അടിയറവ് പറയണം. ഹമാസ് നേതാക്കളെ സ്വീകരിക്കുന്ന രാജ്യങ്ങളിലേക്ക് അവർക്ക് പിന്നെ പോകാനുള്ള സുരക്ഷിത പാതയൊരുക്കും. അതോടൊപ്പം തന്നെ ഹമാസ് എല്ലാ ആയുധങ്ങളും നിലവിലുള്ള ആഗോള സുരക്ഷാ സേനക്ക് കൈമാറണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതുവരെ പ്രഖ്യാപിതമായിട്ടുള്ള ചില നിലപാടുകളായി ഹമാസ് പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ടുള്ള വ്യവസ്ഥകളാണ് ഇതിലുള്ളത്. ഇതിലാകെ സംഭവിക്കാൻ പോകുന്ന കാര്യം, മധ്യസ്ഥ രാജ്യങ്ങളുടെയും മറ്റും സമ്മർദ്ദം മൂലം ചില ഭേദഗതികൾ ഹമാസ് മുന്നോട്ട് വെക്കും. ആ ഭേദഗതികൾ ഇസ്രായേലോ അമേരിക്കയും അംഗീകരിക്കാൻ നിലവിലുള്ള സാഹചര്യത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഈ ആക്രമണം 2 വർഷം പിന്നിട്ടാലും തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയായിരിക്കും ഈ കുരുതി നീങ്ങുന്നത്. അജിൻ.